ഒന്നിനു പുറകെ ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ തികച്ചും യാഥാർത്ഥ്യമായിരുന്നു. അച്ഛൻ പോയി അതിൻ്റെ ബാക്കിൽ ദേ ഏട്ടനും പോവാണ്. ഈ ഓട്ടോയിലാണ് ഞങ്ങൾ വന്നത്. ലഗേജ് കൊണ്ടുവന്ന അതിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ആയിരുന്നു കൂട്ടത്തിൽ ലക്ഷ്വറിയസ് സെറ്റപ്പിൽ വന്നത്. അതായത് ഉറങ്ങി എണീറ്റും ഞങ്ങളും കൂടി പോകുന്നതായിരുന്നു. ഇതൊക്കെ ഏട്ടൻ കൊണ്ടുപോയ ലഗേജാണ്. അങ്ങനെ നമ്മളെല്ലാവരും എയർപോർട്ടിലെത്തി. ഏകദേശം ഒരു പുലർച്ചെ സമയമായിരുന്നു. അതായത് ഒരു 1:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചി നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സങ്കടം പിടിച്ചു നിൽക്കായിരുന്നു ചേച്ചി. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ചേച്ചി കരഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മാസം 1.5 മാസം കൂടെ നിന്നിട്ടുള്ള ഒരാൾ പോയപ്പോൾ ചേച്ചി വല്ലാണ്ട് സങ്കടത്തിലാണ്. ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിലാണ് ചേച്ചി നിന്നത്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പോകുന്ന ഏട്ടൻ മുന്നിൽ പോകണു, ഇവരിതാ സ്നേഹപ്രകടനങ്ങളോ. ഏട്ടൻ്റെ ഫ്രണ്ട്സ് നൈസായിരുന്നു കേട്ടോ. അവർ നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു 9 മണിയായപ്പോൾ പോയതാണ്. പിന്നെ അവരെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ഇതാ ഇവിടെ എയർപോർട്ട് വെച്ചിട്ടാണ്. ഏട്ടൻ അങ്ങനെ ടാറ്റ ബൈ പറഞ്ഞു പോയി ഗൈസ്. ഇത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. നമ്മൾ പോകുമ്പം ഒരു ചായയൊക്കെ കുടിച്ചു. ചേച്ചി പാൽ ചായ, ഞാൻ കട്ടൻ ചായയൊക്കെ കുടിച്ചു. ഒരു ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചു. എന്തായാലും ഒന്നിനു പുറകെ ഒന്നെന്ന് പറഞ്ഞാൽ സങ്കടം കൊണ്ട് നമ്മൾ വീട്ടിലേക്ക്